ഇവിടെയും ഞാൻ കുറെ നാൾ അടിമയായിരുന്നല്ലോ. അത് ഭാര്യ ജോലിയിലേക്ക് പെണ്ണിനെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു പ്രൊബേഷണറി പീരീഡായി കണക്കാക്കിയാൽ മതി. മീനാക്ഷി, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലാതെ ഉറങ്ങാനല്ല. ഉറക്കം വേറെ. മീനാക്ഷി, നമ്മുടെ കല്യാണം പ്രമാണിച്ച് എല്ലാരും നമുക്ക് സമ്മാനങ്ങളൊക്കെ തന്നു. തിരിച്ചവർക്കും നമ്മൾ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുക്കണ്ടേ? അതെങ്ങനെ? നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ്. അതിന് മുതിർന്നവർക്ക് എല്ലാവർക്കും നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. വെരി ഗുഡ് ഐഡിയ. എനിക്ക് ഈ ചടങ്ങുകളെ കുറിച്ചൊന്നും അറിയില്ല. അതാ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാതിരുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കണ്ടേ? വാങ്ങിക്കണം. രാവിലെ ആരും കാണാതെ നമുക്ക് പോണം. ഒരു 9-9:30 ആവുമ്പോ കടകളെല്ലാം തുറക്കും. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, അത് ഞാൻ പറയുമ്പോ നീ തെറ്റിദ്ധരിക്കുകയും ചൂടാവൂന്നും അരുത്. എന്താ കാർത്തേട്ടാ? മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുമ്പോ മൈഥിലിയെ നമ്മൾ ഒഴിവാക്കരുത്. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരുന്നതാ. അവള് നമ്മുടെ കുഞ്ഞിന് പാല് കൊടുത്തല്ലേ, അതിനുള്ള നന്ദി അവളോട് കാണിച്ചല്ലേ പറ്റൂ. ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് അവക്കാ നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ എത്ര വിട്ടിയ. ഞാൻ ഇക്കാര്യം പറയുമ്പോ നീ പൊട്ടിത്തെറിക്കുമെന്നും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവുന്നൊക്കെയാ ഞാൻ കരുതിയത്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ എന്തിനാ യുദ്ധം? എന്റെ മീനാക്ഷിയുടെ നല്ല മനസ്സെനിക്കറിയാം. പലപ്പോഴും അത് മനസ്സിലാക്കാതെ പോകുന്ന എന്നെ നല്ല ചൂരൽ വടിക്കടിക്കണം. പ്രതികളെ നിങ്ങൾ എല്ലാരും കൂടി താങ്ങുന്നുണ്ടല്ലോ നല്ല ചൂരൽ വടിക്ക്. എന്റെ കുട്ടിമാളു ഒരു വലിയ സംഭവമാണ് കേട്ടോ. വേണ്ട മീനാക്ഷി, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ശിക്ഷാർഹമാ. ഞാനേ DGPക്ക് പരാതി കൊടുക്കൂട്ടോ. ഓ പിന്നെ നിന്റെ ഒരു പരാതി. വിട്.